السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, റമളാൻ 16 കഴിഞ്ഞു. റമളാനിൽ കൂടുതൽ അതിന്റെ ആദ്യ പകുതി പിന്നിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ചർച്ചയാകുന്നതും വിശ്വാസികൾ ഏറെ ഓർക്കുന്നതും അയവിറക്കുന്നതുമായ ഒരു ചരിത്രമാണ് ബദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ബദറിൽ നിന്ന് ഒരു വിശ്വാസി ഉൾക്കൊള്ളേണ്ട പാഠങ്ങളും അതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് നൽകുന്ന ആ ബദർ നൽകുന്ന ഊർജവുമെല്ലാം, അതോടൊപ്പം ആ ബദറിന്റെ പേരിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോ ഒന്നും തന്നെ പരിചയമില്ലാത്ത ആ രീതിയിലുള്ള അനാചാരങ്ങളും പ്രചരണങ്ങളും അതുപോലെ തന്നെയുള്ള പ്രചരണങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ സമൂഹത്തിൽ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് വലിയ സമാധാനം നൽകുന്ന ചരിത്രമാണ് ബദറിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസികളുടെ എണ്ണമോ അതല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ആയുധബലമോ അല്ല യഥാർത്ഥത്തിൽ അവരുടെ വിജയത്തിന്റെ നിദാനം എന്നാണ് ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരിക്കലും ഒരു യുദ്ധം മുമ്പിൽ കണ്ടുകൊണ്ടല്ല ബദറിലേക്ക് പുറപ്പെട്ടത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ട ഒരു സമൂഹം അവരുടെ സ്വത്തും സമ്പത്തും ഒക്കെ മക്കയിൽ പിടിച്ചു വെക്കുകയും അവർ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും ആ മുതലുപയോഗിച്ച് അതിൽ ലാഭമുണ്ടാക്കി വീണ്ടും അവർ മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടെയും പ്രയാസങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ അതിന്റെ ഭാഗമായി തുടരുന്നു എന്ന് ബോധ്യമായപ്പോഴാണ് ആ സ്വത്തുമായി കച്ചവടം ചെയ്ത് തിരിച്ചു പോകുന്ന ആ യാത്രാ സംഘത്തെ വഴിയിൽ വെച്ച് തടഞ്ഞ് ആ സ്വത്ത് വീണ്ടെടുക്കുക എന്നത് മാത്രമാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം അതായിരുന്നില്ല. അപ്പൊ ആ യാത്രാ സംഘം അവർ അള്ളാഹുവിന്റെ ഖദർ കാരണം അവർ യാതൊരു പ്രയാസവും ഇല്ലാതെ അവർ രക്ഷപ്പെട്ടു പോയി. ആ അബൂ സുഫിയാൻ നയിച്ചിരുന്ന യാത്രാ സംഘം. പക്ഷെ അവർ തടയപ്പെടാൻ കാരണമായേക്കാം, അതല്ലെങ്കിൽ അവർ തടയപ്പെട്ടു എന്ന് ഭയന്ന് അവർ മക്കയിലേക്ക് ആ വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മക്കയിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ മുസ്ലിങ്ങളോട് പ്രതികാരം വീട്ടാനും ഇതൊരു അവസരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഹങ്കാരവും ആയുധവും എല്ലാം ഏന്തിക്കൊണ്ട് അങ്ങേയറ്റമുള്ള ആളുകളാണ് ഈ ഒരു ചെറിയ സംഘത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നത്. പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം. ഏകദേശം 1000-ഓളം വരുന്ന മക്കാ മുശ്രിക്കുകൾ ബദറിലേക്ക് വരികയാണ്. പ്രവാചകന്റെ കൂടെ ഉള്ളത് 313 സഹാബിമാരാണ്. 77-ഓളം മുഹാജിരീങ്ങളും 236 അൻസാരികളും. അപ്പൊ ഇതായിരുന്നു ബദറിന്റെ ചരിത്രം. എന്നാൽ ഇന്ന് ബദർ എന്ന് കേൾക്കുമ്പോഴേക്കും തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ബദരീങ്ങളുടെ ആണ്ട് അല്ലെങ്കിൽ നേർച്ചയും ബിരിയാണിയും ആ ബദരീങ്ങളുടെ പേരിലുള്ള ചോറ്. പല ആളുകളും ഭയങ്കരമായിട്ട് സവിശേഷമായി എടുത്തു പറയുന്ന ഒന്നാണ് ഈ കാര്യം. അപ്പൊ ബദറിനെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഷിർക്കിനും ഖുറാഫാത്തും എല്ലാം ഉള്ളൊരു വഴിയായിട്ടാണ് ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പുരോഹിതന്മാരാണ് അതിനെ ഈ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടു വന്നതെന്നുള്ളത് സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ബദരീങ്ങളുടെ ആണ്ട് എന്ന പേരിൽ എല്ലാ വർഷവും റമദാൻ 17-ന് എല്ലാ മഹല്ലുകളിലും തോറും എല്ലാ പള്ളികളിലും ധാരാളം മൃഗങ്ങളെ അറുക്കുകയും വലിയ സദ്യ ഉണ്ടാക്കി വലിയ ബിരിയാണി ചെമ്പുകൾ ഉണ്ടാക്കി ബദരീങ്ങളുടെ പേരിൽ എന്ന മറവിലാണ് ഇതെല്ലാം ചെയ്തു വരുന്നത്. യഥാർത്ഥത്തിൽ ബലി അറുക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. പടച്ച റബ്ബിന് വേണ്ടി മാത്രം നിർവഹിക്കപ്പെടേണ്ട ഒരു ആരാധന കർമ്മമാണ് ബലികർമ്മം.
ആ ബലികർമ്മമാണ് ബദരീങ്ങളുടെ പേരിലേക്ക് ഇവിടെ വഴിമാറിപ്പോകും. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ഒരു ശിർക്കായ നടപടിക്രമമാണ് അവിടെ. അപ്പൊ അതിനാണ് ആളുകൾ, ഉസ്താദുമാർ പറയുമ്പോഴും മറ്റൊന്നും നോക്കാതെ അതിനുവേണ്ടി പൈസ മുടക്കുകയും ആളുകൾ മൃഗങ്ങളെ നൽകുന്നു, അവിടെ അത് ബലിയിറക്കുന്നു, ആ മാംസം ഭക്ഷിക്കുന്നു. അപ്പൊ അത് വലിയൊരു അപരാധമാണ് ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ. അപ്പൊ അതുപോലെ തന്നെ ബദർ മാല, ബദർ മൗലീദുകൾ, ബദർ ബൈത്തുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബദരീങ്ങളെ മദ്ഹാണ് പുറത്തേക്ക് പറയുക. പക്ഷെ ആ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇല്ലാത്ത വ്യാജമായ കഥകൾ അവരുടെ പേരിൽ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ എല്ലാം ഉള്ളവയാണ് ഇത്തരം ബദർ മാലകളൊക്കെ. ഇപ്പൊ നമ്മൾ ബദർ മൗലീദ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ മൊത്തം 6 കളവുകളാണ് ബദർ മൗലീദിന്റെ ഉള്ളടക്കം പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ബദരീങ്ങളുടെ മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് റമദാൻ മാസത്തിൽ രാവും പകലും ഒക്കെയായി പള്ളികളിലും വീടുകളിലും ഒക്കെ ഇരുന്നിട്ടാണ് ഈ നുണകളാണ് ഇങ്ങനെ പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുന്നത്. അതുപോലെ ബദരീങ്ങളെ വിളിച്ചുള്ള പ്രാർത്ഥനകൾ. ഇപ്പൊ ഏതൊരു പ്രയാസവും സംഭവിച്ചാലും അവരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യത്യസ്തമായ വരികൾ നമുക്ക് ബദർ മാലകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രസവ വേദന ഉണ്ടെങ്കിൽ ഇവരുടെ പേരങ്ങ് ചൊല്ലിയാൽ മതി, എങ്കിൽ ചൊല്ലി തീരും മുമ്പ് കുട്ടി ജനിക്കും, സംശയം വേണ്ട എന്ന് പറയുന്ന വരികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ നിന്നെല്ലാം മാറി ശരിയായ ബദരീങ്ങൾ ആരാണെന്ന് പഠിക്കുകയും ആ ബദരീങ്ങളുടെ ജീവിതം പഠിക്കുകയും അവരെ കുറിച്ചുള്ള അവരുടെ ജീവിതത്തിലെ നല്ല നല്ല പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടി ഉൾക്കൊള്ളാനും പ്രായോഗികമാക്കാനും പരിശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ പാഠത്തിലേക്ക് വരികയാണ്. ആ ഒരു ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെയും ഹവ്വയെയും ഇണയോടും കൂടി സ്വർഗത്തിൽ താമസിക്കാൻ കൽപ്പിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക. അവിടെ നിങ്ങൾ രണ്ടാളും സുഭിക്ഷമായിട്ട് എന്തും തിന്നോളും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാം, ഉദ്ദേശിക്കുന്നത് തിന്നാം. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, ഒരൊറ്റ നിരോധനം അള്ളാഹു വെക്കുകയാണ്. ഈ ഒരു മരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ അടുക്കരുത്. അങ്ങനെ ആ മരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ അടുത്താൽ നിങ്ങൾ അക്രമകാരികളാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ അള്ളാഹു അവരെ അങ്ങ് വിട്ടേക്കുവാണ് ജീവിക്കാൻ വേണ്ടി. ഒരു നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യും, ആ മരത്തിന്റെ അടുത്തേക്ക് അടുക്കരുത് എന്ന്. അപ്പൊ നമുക്ക് തഫ്സീറൊക്കെ നോക്കിയാൽ ആ മരം ഇന്ന മരമാണ്, അതായത് ഈന്തപ്പഴ മരമാണെന്നും അത്തിപ്പഴം ആണെന്നും ആ മരങ്ങളാണെന്നൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ ഇന്ന കായാണ്, പക്ഷെ സഹീഹായ ഹദീസിലോ ഖുർആനിക ആയത്തിലോ ആ ഒരു മരം എന്ന് മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം അതിന്റെ അപ്പുറം അള്ളാഹു പറഞ്ഞിട്ടില്ല, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാമും ഭാര്യ ഹവ്വാ ബീവിയും സ്വർഗത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? എന്തായത്? പിശാച് അവരിലേക്ക് വന്നു. അവൻ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഇബ്ലീസ് ആദം നബിയെ വഴിതെറ്റിച്ച ആ രംഗം അള്ളാഹു പറയുകയാണ്. എങ്ങനെയാണ് ഇബ്ലീസ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് അള്ളാഹു ഈ പറഞ്ഞു തരുന്നത്. ഇബ്ലീസ് പറയുകയാണ്, യാ ആദമ ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വ മുൽകിൻ ലാ യബ്ല. ആദമേ, നിനക്കൊരു കാര്യം ഞാൻ കാണിച്ചു തരാം, എന്നെന്നും ജീവിക്കാൻ കഴിയുന്ന ഒരു മരം. ആ മരത്തിലെ പഴം തിന്നാൽ കാലാകാലം നിനക്ക് ജീവിക്കാം, ഒരിക്കലും ഇല്ലാതാകാത്ത അധികാരം. ഇപ്പൊ മനുഷ്യൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണ്. എന്ത്? എപ്പോഴും അധികാരിയായി നിൽക്കണം, ഭരണം വേണം. അതുപോലെ തന്നെ എന്തെന്നും സുഭിക്ഷമായി ഭൂമിയിൽ ജീവിക്കണം. മരണത്തെ ഭയപ്പെടുന്നത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്, സ്വഭാവമാണ്. അപ്പോൾ ആ 2 കാര്യങ്ങളെ മോഹിപ്പിക്കുകയാണ് ആദം നബിയുടെ മനസ്സിൽ പിശാച്. അപ്പൊ അത് ആ നിരോധിക്കപ്പെട്ട മരത്തിലുണ്ട് എന്ന് പിശാച് ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്. അള്ളാഹു പറയുകയാണ്, ഫഅകല മിൻഹ. ആ 2 ആൾക്കാരും അതിൽ നിന്ന് എന്ത് ചെയ്തു? ഭക്ഷിച്ചു. ആ തിന്നുന്ന രൂപം, അത് പറിക്കുന്നത്, അതൊക്കെ നമുക്ക് ദഈഫായ കുറെ ഹദീസുകളിലൊക്കെ പല രൂപത്തിലും കാണാൻ സാധിക്കും. പക്ഷെ അതൊന്നും സ്വഹീഹ ഹദീസിൽ അതിന്റെ രൂപമൊന്നും പറയപ്പെട്ടിട്ടില്ല. അപ്പൊ ഖുർആനിലും അള്ളാഹു അത് പറയുന്നില്ല. ഫഅകല, അവർ 2 ആളും അത് ഭക്ഷിച്ചു എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അത് ഭക്ഷിക്കുമ്പോഴേക്കും അത് തിന്നുന്നതോട് എന്ത് സംഭവിക്കുകയാണ്? അവരുടെ 2 ആൾക്കാരുടെയും ഔറത്ത് വെളിവാവുകയാണ്. ഔറത്ത് വെളിവായതോടുകൂടി സ്വർഗത്തിലുള്ള മറ്റു വൃക്ഷങ്ങളുടെ ഇലകൾ പറിച്ച് അവർ ഔറത്ത് മറയ്ക്കാൻ ശ്രമിച്ചു.
അള്ളാഹു പറയുകയാണ്. അപ്പൊ ഇത്രയൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും മനുഷ്യന്റെ സ്വഭാവമാണ് ഈ പറയുന്നത്. അതായത് ഇത്രയൊക്കെ താക്കീത് നൽകിയത് പിശാച് അപകടകാരിയാണെന്ന് പല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ടും ആദം അള്ളാഹുവിനെ ധിക്കരിച്ചു. ഇപ്പൊ എത്ര പ്രാവശ്യം ഉണർത്തി കൊടുത്താലും ആ മനുഷ്യൻ അതിൽ പെട്ടുപോകും. അപ്പൊ ആദം നബി ഇസ്ലാം പിശാചിന്റെ ആ മന്ത്രത്തിൽ വീണു, അള്ളാഹുവിനെ ധിക്കരിച്ചു. അപ്പൊ ആദം നബി ഇസ്ലാം തെറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചെയ്ത തെറ്റിന് അള്ളാഹുവിന്റെ ഖദറിനെ, അള്ളാഹുവിന്റെ വിധിയെ കൂട്ടുപിടിക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ചെയ്താൽ അത് അള്ളാഹുവിന്റെ ഖദറല്ലേ, അള്ളാഹു ഞാനത് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടല്ലേ ഞാനത് ചെയ്തു എന്ന് പറഞ്ഞ് സ്വയം തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇത് ജബരിയാക്കളുടെ ഒരു വാദമാണ്. അപ്പൊ തെറ്റിന് ഖദറിനെ തെളിവായി എടുക്കുക എന്നുള്ളത്. അപ്പൊ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് പ്രകാരം രണ്ട് കാര്യങ്ങളിലാണ് ഖദറിനെ തെളിവായി എടുക്കാൻ പറ്റുക. ഒന്ന് ഫിൽ മസായിബ്, അപ്പൊ നമുക്ക് ബാധിച്ച എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ മുസീബത്ത്, അവിടെ നമുക്ക് അള്ളാഹുവിന്റെ ഖദറാണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്തു പോയൊരു പാവം അല്ലെങ്കിൽ തെറ്റ്, അതിൽ നിന്ന് നമ്മൾ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാം, അത് അള്ളാഹുവിന്റെ ഖദറായിരുന്നു എന്ന രൂപത്തിൽ പറയാം. അപ്പൊ ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ആദം നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാം തമ്മിലുള്ള ഒരു സംഭാഷണം. ഇപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം ദേഷ്യത്തോടെ ആദം നബി അലൈഹി ഇസ്ലാമോട് ചോദിക്കുകയാണ്, നിങ്ങൾ ജനങ്ങളെ മുഴുവൻ വഴി തെറ്റിച്ചത് നിങ്ങളാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കാരണത്താലല്ലേ ജനങ്ങളെല്ലാം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പുറത്താക്കപ്പെട്ടതെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം ആദം നബി ഇസ്ലാമോട് ചോദിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ ആദം നബി ഇസ്ലാം തിരിച്ചു ചോദിച്ചു, അള്ളാഹു എല്ലാ ഇൽമും നൽകിയ മൂസായാണെന്ന്, ഞാൻ സൃഷ്ടിക്കപ്പെടുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു തീരുമാനിച്ച ആ ഖദർ, ആ ഒരു കാര്യത്തിൽ നീ എന്നെ ആക്ഷേപിക്കുകയാണോ? അപ്പൊ ഇവിടെ ആദം നബി ഇസ്ലാം അള്ളാഹുവിന്റെ ഖദറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആ തെറ്റ് ചെയ്തതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും അള്ളാഹുവിന്റെ ഖദറാണ്. അപ്പൊ ആദം നബി ഇസ്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങി, അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഖദറിനെ തെളിവായി പറയാൻ പറ്റുന്നത് മുസീബത്തുകളിലും നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയ പാപങ്ങളിലും മാത്രമാണ്. അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന തെറ്റുകൾക്ക് ഖദറിനെ തെളിവായി പിടിക്കാൻ പാടില്ല. അപ്പൊ ആദം നബി ഇസ്ലാം ആ പഴം ഭക്ഷിച്ചു. അപ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, വനാദാഹും റബ്ബുഹുമ അലം അൻഹകും അൻ തിൽകുമ അശ്ശജറതി വഅഖല്ലകും ഇന്ന ശൈത്താന ലക്കും അദുവ്വും മുബീൻ. അള്ളാഹു ആ രണ്ടാൾക്കാരെ വിളിച്ചു ചോദിച്ചു, എന്താണ്, ആ മരത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് നിരോധിച്ചതല്ലേ? അപ്പൊ ശൈത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു ചോദിക്കുകയാണ്. അപ്പോൾ ആദം നബി ഇസ്ലാമും ഹവ്വായും പറഞ്ഞു, റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ പറയുകയാണ്, അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പൊ നീ ഞങ്ങൾക്ക് പാപമോചനം നൽകിയിട്ടില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അപ്പൊ ആ ഒരു ദുആ അവരവിടെ ചെയ്യുകയാണ്. ഫതലഖാ ആദം മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള ആദം നബി ഇസ്ലാം ഒരു കലിമത്ത് മനസ്സിലാക്കിയാണ്, ഒരു വാക്ക്. ആ കലിമത്താണ് എന്ത്? ഈ ഒരു ദുആ. ഏതാ ദുആ? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അപ്പൊ അള്ളാഹുവെ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു, നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകും. അപ്പൊ പല ജീവിത സാഹചര്യങ്ങളിലും ഉള്ളവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ദുആ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ചൊല്ലേണ്ട ഒരു ദുആ ആണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു ബാക്കി ഭാഗം അടുത്ത ക്ലാസ് നമ്മൾ വിശദീകരിക്കുന്നതാണ്. അവര് ആ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഒരു സന്ദർഭവും കാര്യങ്ങളും ഒക്കെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.